ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് ഒരുങ്ങി തുടങ്ങിയോ? എന്തായാലും മതാധ്യാപകരുടെ പരീക്ഷയുടെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഒന്ന് നമ്മുടെ വിശ്വാസ പ്രമാണം. രണ്ട്, ഈ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, പ്രധാനമായും കൂദാശകളിലൂടെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്. മൂന്ന്, ഈ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, പ്രധാനമായും കൽപ്പനകളിലൂടെ. നാലാമതായിട്ട്, ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു ക്രൈസ്തവൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്തൃ പ്രാർത്ഥനയോടുകൂടിയാണ് അത് അവസാനിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസ പ്രമാണം നമ്മൾ മുഴുവനാക്കിയിരുന്നു. ഇനി വിശ്വാസത്തിന്റെ ആഘോഷം കൂദാശകളിലൂടെ. ആദ്യത്തെ 3 കൂദാശകളാണ് ഈ വർഷം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മാമോദീസയും സ്ഥൈര്യലേപനവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. വിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ പഠനഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അവസാനത്തെ 2 ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും 7 ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുണ്ടാവുക വിശുദ്ധ കുർബാനയെ പറ്റി ചർച്ച ചെയ്തപ്പോൾ. ഒന്ന്, സഭാജീവിതത്തിന്റെ ഉറവിടമായിട്ട് ഇതെങ്ങനെയാണ് നിലകൊള്ളുന്നത്, കൂദാശ എന്ന് വിളിക്കപ്പെടുന്നത് എങ്ങനെ, കുർബാന രക്ഷാകര പദ്ധതിയിൽ എങ്ങനെയാണുള്ളത്, കുർബാനയുടെ ആരാധനക്രമപരമായ ആഘോഷം കൗദാശിക ബലിയായിട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുഴുവനാക്കിയിട്ടുണ്ടാവും. ഇന്ന് 2 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ പഠനവിധേയമാക്കുന്നത്. ഒന്ന്, പരിശുദ്ധ കുർബാന പെസഹ വിരുന്നായിട്ടും, 2, വിശുദ്ധ കുർബാന ഭാവി മഹത്വത്തിന്റെ അച്ചാരമായിട്ടും നിലകൊള്ളുന്നത്. ഈ 2 കാര്യങ്ങളാണ്. ഇത് വരുന്നത് 1382 മുതൽ 1405 വരെയുള്ള പാരഗ്രാഫുകളിലാണ്. ഇതിൽ ആദ്യ ഭാഗം പെസഹ വിരുന്നാണ്. പെസഹ വിരുന്നെന്ന് പറയുമ്പോൾ കുരിശിലെ ബലിയുടെ വലിയ സ്മാരകമാണ് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തേത്, ഈശോയുടെ തിരുശരീര രക്തങ്ങളിൽ നമ്മുടെ സംസർഗം, നമ്മുടെ കൂടിച്ചേരൽ. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. അതിന് മുന്നോടിയായി പറയുന്ന ഒരു കാര്യം, ഒന്ന് അൾത്താര, 2 ബലിപീഠം. അൾത്താര എന്ന് പറയുമ്പോൾ ഒരു രഹസ്യത്തിന്റെ 2 വശങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്ന് ബലിയുടെ അൾത്താരയും 2 കർത്താവിന്റെ വിരുന്നുമേശയുമാണ്. ഇനി ബലിപീഠത്തെ പറ്റി പറയുമ്പോൾ, ബലിപീഠം ക്രിസ്തുവിന്റെ തന്നെ പ്രതീകമാണ്. നമ്മുടെ ഇടയിൽ സന്നിഹിതനായിക്കൊണ്ട് നമ്മുടെ അനുരഞ്ജനത്തിന് വേണ്ടി സ്വയം ബലിവസ്തുവായി തീർന്ന രീതിയിലും, ഒപ്പം തന്നെ തന്നെ നമുക്ക് സന്നിഹിതനാക്കുന്ന, തന്നെ തന്നെ നമുക്ക് വേണ്ടി അർപ്പിക്കുന്ന, നമുക്ക് വേണ്ടി തരുന്ന സ്വർഗീയ ഭോജ്യം എന്ന നിലയിലും ഇത് കർത്താവിന്റെ പ്രതീകമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് കടക്കുന്നത്. ഇത് പറയുമ്പോൾ സഭാമാതാവ് നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഒരുക്കത്തെ പറ്റിയിട്ടാണ്. വേണ്ടത്ര ആത്മശോധന ചെയ്ത് യോഗ്യതയോടുകൂടി, ഒരുക്കത്തോടുകൂടി വേണം പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് സഭ ആവശ്യപ്പെടുന്ന ഉപവാസം, അതുപോലെ വേണ്ടത്ര ശരീരഭാവം എന്നതുകൊണ്ട് ശരീരചേഷ്ടകളും വസ്ത്രധാരണവും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഒപ്പം ക്രിസ്തുവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ള ആദരവും സന്തോഷവും ആഘോഷവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നുള്ളത് കൂടിയാണ്. ഇതേ തുടർന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ ഫലങ്ങളെ പറ്റിയിട്ടാണ്. 7-8 കാര്യങ്ങളിലേക്ക്, ശീർഷകങ്ങളിലേക്കായിട്ട് നമുക്കതിനെ ചുരുക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത്, ദിവ്യകാരുണ്യ സ്വീകരണം ക്രിസ്തുവിനോടുള്ള ഐക്യത്തെ വളർത്തുന്നു എന്നുള്ളതാണ്. ദിവ്യകാരുണ്യ സ്വീകരണം ഉറപ്പായിട്ടും ഈശോയും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ ആഴപ്പെടുത്തുന്നു എന്ന് തന്നെ പറയാം. രണ്ടാമതായിട്ട്, ഭൗതികമായ ഭക്ഷണം നമ്മുടെ പോഷണത്തിന് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് പരിശുദ്ധ കുർബാന ആവശ്യമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കുവാൻ പരിശുദ്ധ കുർബാന സഹായിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി പറയുന്നത്, ദിവ്യകാരുണ്യ സ്വീകരണം നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റുന്നു. പ്രസാദപരാവസ്ഥയിൽ ജീവിക്കുവാനും പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും ദിവ്യകാരുണ്യ സ്വീകരണം നമ്മളെ സഹായിക്കുന്നു. നാലാമതായി പറയുന്നത്, ദുർബലമായി പോകാൻ സാധ്യതയുള്ള പരസ്നേഹത്തെ വീണ്ടെടുക്കാൻ ദിവ്യകാരുണ്യം സഹായിക്കുമെന്നുള്ളതാണ്. സൃഷ്ടവസ്തുക്കളോടുള്ള ക്രമരഹിതമായ അടുപ്പം മാറ്റിക്കൊണ്ട് തന്നെ പരസ്നേഹ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഉറപ്പായും ദിവ്യകാരുണ്യം നമ്മെ സഹായിക്കും. അഞ്ചാമതായിട്ട് പറയുന്നത്, ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ജ്വലിക്കുമ്പോൾ, ദിവ്യകാരുണ്യം നമ്മൾ ജ്വലിക്കുമ്പോൾ ഉറപ്പായിട്ടും മാരക പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ദിവ്യകാരുണ്യം നമ്മെ ശക്തിപ്പെടുത്തും. ആറാമതായും 7-ാമതായും ഒരുമിച്ച് പറയുകയാണ്, മൗതിക ശരീരത്തിന്റെ ഐക്യം. ശിരസാകുന്ന ഈശോയുടെ കൂടെയുള്ള അവയവങ്ങളായ നമ്മളെല്ലാവരും ഒരേ സ്നേഹത്തിൽ ഒന്നു ചേർന്ന് നിൽക്കുമ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മളെല്ലാവരും ഒരൊറ്റ ശരീരത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്
മറ്റൊരു കാര്യം. എട്ടാമത്തേതും അവസാനത്തേതുമായ കാര്യം, ദിവ്യകാരുണ്യം നമ്മളെ ദരിദ്രരോട് കൂടുതൽ കരുണയുള്ളവരാകാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ളവരിൽ ഈശോയെ കാണാനും അവരോട് കൂടുതൽ കരുണയുള്ളവരാകാനും നമ്മുടെ ഉള്ളിലുള്ള ദിവ്യകാരുണ്യം തന്നെ നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. ഈ 8 പോയിന്റുകളിലാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങളെ ക്രോഡീകരിച്ചിരിക്കുന്നത്. അടുത്തതായി പറയുന്ന കാര്യം, വിശുദ്ധ കുർബാന ഭാവി മഹത്വത്തിൻ്റെ അച്ചാരമായി വർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സ്വർഗീയ മഹത്വത്തെ തുലനം ചെയ്യുമ്പോൾ വിശുദ്ധ കുർബാന അതിൻ്റെ ഒരു മുന്നാസ്വാദനമായിട്ടാണ് നിലകൊള്ളുന്നത്. വിശുദ്ധ പത്രോസ്ലിഹ പറയുന്നത് പോലെ, നീതി നിവസിക്കുന്ന പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള പ്രത്യാശയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അത്രയും വലിയ ഒരു അച്ചാരം വേറെ നൽകപ്പെടാനില്ല, അത്രയും വലിയൊരു അടയാളം വേറെ നൽകപ്പെടാനില്ല. അതുകൊണ്ടാണ് സഭയും പ്രാർത്ഥിക്കുന്നത്, മാറാനാത്ത, യേശുവേ നീ വേഗം വരണമേ. അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ പാഠഭാഗങ്ങൾ നമ്മളൊന്ന് ക്രോഡീകരിച്ച് പറയുകയാണ്. വിശുദ്ധ കുർബാനയെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 5 കാര്യങ്ങൾ മുൻപ് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്നത്തെ 2 കാര്യങ്ങൾ പെസഹ വിരുന്നായിട്ടും ഒപ്പം ഭാവി മഹത്വത്തിൻ്റെ അച്ചാരമായിട്ടും പരിശുദ്ധ കുർബാന നിലകൊള്ളുന്നതിനെ പറ്റിയിട്ടാണ്. പെസഹ വിരുന്നിൽ അൾത്താരയെ പറ്റിയിട്ടും ബലിപീഠത്തെ പറ്റിയിട്ടും പ്രതീകാത്മകമായി പറഞ്ഞു. ഒപ്പം വേണ്ട ഒരുക്കത്തെ പറ്റിയിട്ടും സംസാരിച്ചു. പിന്നീട് പ്രധാനമായും നമ്മൾ പറഞ്ഞത് വിശുദ്ധ കുർബാനയുടെ ഫലങ്ങളെ പറ്റിയിട്ടാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങളെ പറ്റിയിട്ടാണ്. പിന്നെ എങ്ങനെയാണ് ഭാവി മഹത്വത്തിൻ്റെ അച്ചാരമായി നിലകൊള്ളുന്നത് എന്നാണ്. എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായി ഒരുങ്ങുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാ പ്രാർത്ഥനാശംസകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.